ഒരിക്കലും കല്യാണം കഴിച്ച ഒരാളാന്ന് എനിക്ക് എന്നെ ഫീൽ ചെയ്തിട്ടില്ല. What do you mean? അതായത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ transparency is very, very, very important. Super important. It is your partner. It is your, like you are a couple. You should have. വേണ്ട ഈ ട്രാൻസ്പെറൻസി വേണം എന്ന് പറയുന്ന ഒരാളല്ല ഞാൻ. കുറച്ച് എല്ലാവർക്കും നമ്മുടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോന്നേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ജീവയും അപർണയാണ്. ഞാൻ ഇവർ ബന്ധം ഏർപ്പെടുത്തിയതിനോ അല്ലെങ്കിൽ ഇവർ സെപ്പറേറ്റ് ആയതിനോ ഇതിനെപ്പറ്റി ഒന്നുമല്ല ഞാൻ ഇവിടെ സംസാരിക്കുന്നത് കേട്ടോ. ഇവർ ഇതിന് ഇത്രയും നാളും കാണിച്ച കുറേ കാര്യങ്ങളെ പറ്റിയാണ്. കാര്യം ഇവരുടെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ കണ്ടിരിക്കുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതാണ്. ജീവ എനിക്ക് പൊതുവെ ഭയങ്കര ഇഷ്ടമാണ്. അന്നും എനിക്ക് അപർണയുടെ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. കാര്യം അപർണ ഇച്ചിരി അഹങ്കാരത്തോടു കൂടിയാണ് ഏത് കാര്യം. ജീവ എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിളായിട്ടാണ് എനിക്ക് തോന്നിയത്. അപർണ എപ്പോഴും ഒരുമാതിരി എന്നാ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ പിന്നെ പറയുന്നത് നമുക്ക് തോന്നിയിട്ടൊക്കെ ഉണ്ട്. അപ്പം അപർണയും ജീവയും ഒന്നിച്ച് അവർ ചെറുപ്പം മുതലേ വിവാഹം കഴിച്ചവരാണ്. 11 വർഷമേ അവർ ജീവിക്കാൻ തുടങ്ങിയിട്ട്. അപർണയും ജീവയും സെപ്പറേറ്റ് ആയി എന്നുള്ള ന്യൂസാണ് ഇപ്പോൾ എല്ലാത്തിനകത്ത് ന്യൂസ് വരെ അതാണ് വരുന്നത്. ഓൺലൈൻ മനോരമ ന്യൂസിനകത്തൊക്കെ അത് വരുന്നുണ്ട്. എല്ലാവരും അത് സംരക്ഷണം ചെയ്യുന്നുണ്ട്. എല്ലാവരും എടുത്തത് റിയാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ ഇത് കണ്ടിട്ടുള്ള ഒരുപാട് സാധാരണക്കാർ മനുഷ്യർ കാണും ഇവരുടെ വീഡിയോസൊക്കെ കാണുന്നത്. എല്ലാവരും ഇപ്പോൾ മൊബൈൽ ഉപയോഗിക്കാത്ത ആരുമില്ല. ഇതൊക്കെ കാണുമ്പോൾ ഒരു സാധാരണ വീട്ടിലെ ഒരു പെണ്ണ് ഇവരുടെ ജീവിതം ഒക്കെ പറയുന്നതും കാണുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവരോർക്കും എത്ര രസമാണ് ഇവരൊക്കെ ജീവിതം, നമ്മുടെ ജീവിതം ഇങ്ങനെയൊന്നും അല്ലല്ലോ എന്നെ കുറത്ത് ഒരു 10% പെൺകുട്ടികൾ നിരാശ തോന്നാറുണ്ട്. പക്ഷേ നിങ്ങളൊന്ന് വിചാരിക്കുക, ഇതൊന്നും അല്ല ജീവിതം. മിന്നുന്നതൊന്നും പൊന്നല്ല എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം അഖിൽ NRയുടെ ആ ഒരു വീഡിയോ ചെയ്തപ്പോഴേ ഞാൻ പറയുന്നത്. നമ്മൾ അവരുടെ വീഡിയോസ് എന്തോരം കണ്ടതാണ്. എത്ര സന്തോഷമായിട്ടാണ് അവരിരിക്കുന്നത്, എത്ര ഹാപ്പി ആയിട്ടാണ്. നമ്മൾ അവർക്ക് എന്നാ നല്ല ലൈഫാണ്. പിന്നെ ചിലർ ഇതിനകത്ത് അപർണയും പറയുന്നുണ്ട് പണമാണ് എല്ലാത്തിനും വലുതെന്ന്. പക്ഷെ ഒരിക്കലും പണമല്ല വലുത്. നമ്മൾ പണത്തെ ഇഷ്ടപ്പെട്ടു പോയാൽ ബന്ധങ്ങൾക്ക് വിലയുണ്ടാകത്തില്ല. ബന്ധങ്ങൾക്ക് സ്ഥാനം ഉണ്ടാകത്തില്ല, ഒന്നുമില്ല. നമ്മൾ മനുഷ്യരെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ പണം എന്ന് പറയുന്നത്. പക്ഷേ ഈ ബന്ധങ്ങളും സ്നേഹങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ദൈവം തമ്മിൽ തരുന്നൊരു അനുഗ്രഹം കൂടിയാണ്. അതൊക്കെ അങ്ങനെ ഒരു ജീവിതവും കാര്യങ്ങളും ഒക്കെ. പണത്തിന് പുറകെ പോയോ ആ ബന്ധം അവിടെ തകരുവാണ് ചെയ്യുന്നത്. അപർണ ഇപ്പോൾ പറയുന്നുണ്ട് പണമാണ് ഏറ്റവും പ്രധാനം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്. ഇവർ കുറച്ചുനാൾ മുന്നേ ഇവർ വിവാഹത്തെ പറ്റിയൊക്കെ ചോദിച്ച സമയത്ത് ഇവർ പറയുന്നൊരു കാര്യമുണ്ട്. അത് നമുക്കൊന്ന് കേട്ട് നോക്കാം. ചിലവർ പറയും കല്യാണം കഴിക്കുന്നത് ചോദിക്കുമ്പോൾ ഞങ്ങൾ പറയും കല്യാണം കഴിച്ചോ. ഞാൻ പറയും കല്യാണം കഴിക്കാം. ഞാൻ പറയും നല്ലതാ കല്യാണം കഴിക്കുന്നത്, എനിക്ക് സൂപ്പറാണ്. എന്റെ ലൈഫിൽ അടിപൊളിയായിരുന്നു. എന്റെ ഡാഡി മമ്മിയൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര ഫ്രീ ബേർഡ് ചിൽ ആ വൈബായിരുന്നു. അപ്പൊ ഞാൻ പറയും അങ്ങനെ കല്യാണം കഴിക്കുവാണെങ്കിൽ അങ്ങനെ കല്യാണം കഴിക്കാം. അതെ, നമുക്ക് നമ്മുടെ പാർട്ട്നേഴ്സ് അത്ര അടിപൊളിയാണെങ്കിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വേറെ ഈ ഒരു വീഡിയോ കാണുന്ന ഒരു സാധാരണക്കാരൻ ചിന്തിക്കുന്നറിയാം, അവർ ഭർത്താവ് എത്ര സ്നേഹത്തോടെയാണ് അവരെ നോക്കുന്നത്, അതുകൊണ്ടാണ് അവരിങ്ങനെ സംസാരിക്കുന്നത്. ഭർത്താവ് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് ഒരു പുരുഷൻ ചിന്തിക്കുന്നതിനേക്ക് ആ പെങ്കൊച്ചൻ എന്നാ നല്ല പെങ്കൊച്ചൻ, ഇതുപോലെ മാത്രമേ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. വിവാഹ ജീവിതം സൂപ്പറാണെന്ന് തന്നെ ഞാനും പറയത്തുള്ളൂ. വിവാഹ ജീവിതം അടിപൊളിയാണ്. കാര്യം നമുക്കൊരു പാർട്ട്ണറെ കിട്ടുവാണ്. നമ്മുടെ അപ്പനും അമ്മയും എല്ലാവരും കൂടെപ്പറപ്പുകളൊക്കെ പറഞ്ഞ ഒരു സമയം വരെ ഉള്ളൂ നമ്മുടെ കൂടെ. അത് കഴിഞ്ഞ് നമ്മളുടെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാകുന്ന ഒരാളാണ് നമ്മുടെ പാർട്ട്ണർ എന്ന് പറയുന്നത്. അത് ചിലർ പറയായിരിക്കും ഒരിക്കലും അല്ല എന്ന്. കുറച്ചൊക്കെ നമ്മൾ പരസ്പരം മനസ്സിലാക്കി ജീവിച്ചാൽ എത്രയും സുന്ദരമായൊരു ജീവിതം കുടുംബജീവിതത്തെ പോലെ വേറെ ഒന്നുമില്ല. പരസ്പരം ഒന്ന് മനസ്സിലാക്കി ജീവിച്ചാൽ നല്ല സുന്ദരമായിട്ടൊരു ജീവിതമാണ് കുടുംബജീവിതം. കുട്ടികളെ കാര്യങ്ങൾ പരസ്പരം മനസ്സിലാക്കണം. ഞാൻ വിവാഹമൊക്കെ കഴിഞ്ഞ സമയത്ത് ഏറ്റവും കൂടുതൽ കാര്യം ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ചേട്ടൻ്റെ ആയിരുന്നു. കാര്യം എന്തിന് പല്ല് തേക്കാൻ ബ്രഷ് പേസ്റ്റ് വരെ എടുത്ത് കൈ കൊടുക്കുമായിരുന്നു. അന്നേരം എനിക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. എനിക്ക് ചേട്ടൻ്റെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. പക്ഷേ കുട്ടികളായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ബ്രഷ് എടുത്തുകൊണ്ട് കൊടുപ്പ് നിന്നു, ടവൽ എടുത്തുകൊണ്ട് കൊടുപ്പിൽ നിന്നു. നേരത്തെ അത്രയും അങ്ങോട്ട് കെയറിങ് പോകുന്നില്ല. കാര്യം വെച്ചാൽ എനിക്ക് കുഞ്ഞിൻ്റെ കാര്യം നോക്കണം. പക്ഷേ അത് എൻ്റെ ഭർത്താവ് അന്നേരം മനസ്സിലാക്കി. കാര്യം അവൾക്ക് ഇനി കുഞ്ഞുണ്ട് കയ്യിൽ, അതിൻ്റെ കാര്യം നോക്കണം. എന്നെ ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ടില്ല. അല്ലെങ്കിൽ നീ എന്നെ പണ്ട് എനിക്ക് അത് ചെയ്തു തരുമോ, ഇത് ചെയ്പ്പോൾ നീ എന്നെ മൈൻഡ് ചെയ്യത്തില്ല എന്നൊന്ന്. ആ ഒരു സമയം ഞങ്ങൾ പ്രണയിച്ച് തന്നപ്പോഴത്തേക്ക് വേറൊരു ജീവിതമായിരുന്നു ഞങ്ങൾക്ക്. വിവാഹം കഴിച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് അത് വേറൊരു ജീവിതമായിരുന്നു. അതൊക്കെ നമുക്ക് അത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉണ്ടല്ലോ ഏറ്റവും നല്ലതാണ്. അപർണ ഇതിനകത്ത് പറയുന്നുണ്ട് ഏറ്റവും നല്ല പരസ്പരം മനസ്സിലാക്കി ഒരു പാർട്ട്ണറെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ലക്ക് തന്നെയാണ്, അല്ലാന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇത്രയും മനസ്സിലാക്കി ജീവിച്ചവർക്കിടയിൽ എന്നാ സംഭവിച്ചു? 11 വർഷമാണ് ഇവർ ഒന്നിച്ച് ജീവിച്ചത്. ഞങ്ങളൊക്കെ ഇപ്പോൾ 20 വർഷമായി ജീവിച്ചിട്ട് ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്. കണ്ടുമുട്ടിയിട്ട് 25 വർഷമാണ്. 5 വർഷത്തോളം ഞങ്ങൾ പ്രണയിച്ച് നടന്നിട്ടാണ് വിവാഹം കഴിച്ചത്. അപ്പം ഇവർ പറയുന്നു ഇവർക്ക് പ്രശ്നങ്ങൾ ഒന്നുമില്ല, ഹാപ്പിയാണെന്നാണ് ഇവർ തന്നേക്കുന്നത്. നമ്മൾ കാണുന്നവർ വിചാരിക്കും ഓക്കെ നല്ല അടിപൊളി ജീവിതം എന്ന് വിചാരിക്കും. ഇനി ഇത് കഴിച്ച് വേറൊരു കാര്യം പറയുന്നുണ്ട്. അത് അപർണ തന്നെയാണ് പറയുന്നത്. ഇത് മിക്ക വീടുകളിൽ നടക്കുന്ന ഒരു സംഭവമാണ്. ഭർത്താക്കന്മാരുടെ പെണ്ണിൽ ഒരു കാര്യം പറഞ്ഞാൽ നമ്മളോട് വന്ന് പറയാൻ മറന്നു പോകും. എന്നോട് ഒത്തിരി പ്രാവശ്യം ചേട്ടൻ പല കാര്യങ്ങളും കുറേ കഴിഞ്ഞ് ഞാൻ അറിയും, വേറൊരാൾ വഴി അറിയുമ്പോഴായിരിക്കും അയ്യോടി ഞാൻ മറന്നുപോയി നിന്നോട് പറയണമെന്ന് വിചാരിച്ചതെന്ന് പറയും. പക്ഷേ വേറെ എന്നേലൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ തിരക്കിൽ അല്ലേ തന്നെ നമ്മൾ വന്ന് കയറി വേറെ എന്നേലൊക്കെ സംസാരിച്ച് ചിലപ്പോൾ പറയാനുള്ള കാര്യങ്ങൾ വിട്ടുപോകും. അത് തന്നെയാണ് അപർണയും പറഞ്ഞത്. ഇത് മിക്ക വീടുകളിലൊക്കെ നടക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്.
വീട്ടിലെ സാധനങ്ങളൊക്കെ മറക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇയാളാണ്. പക്ഷെ നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും പറയണം, അപർണയോട് കൂടെ പറഞ്ഞേക്കണേ. അത് വിഷയമാണ്, അത് വൻ വിഷയമാണ്. എന്റെ അടുത്ത് പറയില്ല. അപ്പൊ ഞാൻ പറയട്ടെ ചേച്ചി, ചേച്ചി ഇപ്പം ചേച്ചിയുടെ ഹസ്ബൻഡ് ചേട്ടൻ വന്നിട്ട് ചേച്ചിയുടെ ഒരു കാര്യം വളരെ അത്യാവശ്യമായിട്ട് പറയേണ്ട ഒരു കാര്യം അത് പറഞ്ഞില്ല. തേർഡ് പേഴ്സൺ വഴി ചേച്ചി അത് അറിയുക. എന്നിട്ട് ആ തേർഡ് പേഴ്സൺ ചേച്ചിയോട് ചോദിക്കുക, അല്ല അപ്പം ആള് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോ ചേച്ചി അവിടെ ഇങ്ങനെ നിന്ന് വിയർക്കും. അപ്പൊ ചേച്ചി പറയും അത് പറഞ്ഞില്ല, മറന്നുപോയി കാണും. അങ്ങനെ ഞാൻ എത്ര തവണ പറയണം? അമ്മിക്കല്ലെടുത്ത് തലക്കിട്ട് അടിക്കും ഞാൻ. ഇതേപോലെ തന്നെ ഒരു അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ എൻ്റെ ഒരു അനുഭവം. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു കാര്യം എന്നോട് പറയാതെ അവരുടെ അടുത്ത് പോയതാണ്. പോയേച്ച് അത് നമ്മുടെ അടുത്ത് തന്നെയുള്ള സ്ഥലമാണ്, പക്ഷേ അവരുമായിട്ട് നമ്മൾ അത്ര വലിയ കോൺടാക്ട് ഇല്ല. അത് വേറെ ഒരു വിഷയത്തിൻ്റെ പേരിലാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകണ്ടെന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് തീരുമാനിച്ച കാര്യമാണ്. പക്ഷേ അവിടെ യാദൃശ്യമായിട്ട് പോകേണ്ടി വന്നത് തന്നെ പോയതല്ല കേട്ടോ, വേറെ ആൾ കൂട്ടിക്കൊണ്ട് പോയതാണ്. അവർ അവിടെ ചെന്ന് കഴിഞ്ഞാണ് അറിയുന്നത് അവിടോട്ടാണ് പോയെന്ന് അറിയുന്നത്. പക്ഷേ ഇത് എന്നോട് പറഞ്ഞില്ല, കാര്യം ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചെടുത്ത് തീരുമാനമല്ലേ അവിടെ പോകണ്ടെന്നുള്ളത്. അപ്പം അങ്ങനെ തീരുമാനിച്ചെടുത്ത് എന്നോട് ഇത് പറഞ്ഞു കഴിയുമ്പം ഞാൻ അത് ഏത് മൈൻഡിൽ എടുക്കും എന്നുള്ളതുകൊണ്ടായിരുന്നായിരിക്കാം ചിലപ്പോൾ എന്നോട് പറഞ്ഞില്ല. പറയാതെ വെച്ച് അത് മൂന്നാമതൊരാൾ ഇത് ഞാൻ അറിഞ്ഞില്ലെങ്കിൽ എന്നെ അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം നേരം വെളുക്കുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിൽ വന്നിച്ച് എന്നോട് പറഞ്ഞു, എന്നെ കൊണ്ട് വിശേഷ സുഖമാണ്, ഒരിക്കലും വരാത്തൊരു വ്യക്തിയെന്ന് ഓർക്കണം, ഒന്നിച്ച് സുഖമാണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ എന്നൊക്കെ. അപ്പോൾ ആ വ്യക്തിയുടെയൊക്കെ കൂടെ നിന്നാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അപ്പം എന്നോട് ഇങ്ങനെ ചോദിച്ചതിന് വഴി പറഞ്ഞു, അത് ഇന്നടുത്ത് പുള്ളിക്കാരൻ കഴിഞ്ഞ ദിവസം പോയത് അറിഞ്ഞായിരുന്നു എന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ലായിരുന്നു. പെട്ടത് പിന്നെ വെച്ചാൽ എന്നോട് പറയണമെന്ന് വിചാരിച്ച കാര്യമാണ്. അതിൻ്റെ ഇടയ്ക്ക് വേറെ കുറേ തിരക്കുകളൊക്കെ വന്നപ്പോഴത്തേക്ക് അങ്ങ് വിട്ടുപോയി. ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഒന്നും ഞങ്ങൾ പറയാതിരിക്കത്തില്ല. അത് എന്നാ പ്രശ്നങ്ങളാണെന്ന് പറയാൻ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞാണ് പോകുന്നത്. അന്നേരത്തേക്ക് എന്നോട് പറഞ്ഞു, എന്നോട് ചോദിച്ചു പറഞ്ഞായിരുന്നോ? ഞാൻ ഇങ്ങനെ ആലോചിച്ച് പോയോ ഇല്ലയോ, ഞാൻ യേസ് പറയണോ നോ പറയണോ എന്നത് എന്നോ അന്നേരം എനിക്ക് തോന്നി ഞാൻ അറിഞ്ഞായിരുന്നു, എന്നോട് പറഞ്ഞിട്ടായിരുന്നു പോയത്, എന്നോട് സംസാരിച്ചായിരുന്നു എന്ന് പറഞ്ഞു. ആണോ? അല്ല, നിങ്ങൾ അന്നൊരു തീരുമാനം എടുത്തില്ലായിരുന്നോ അങ്ങനെ ഇതൊക്കെ, അതുകൊണ്ട് ഞാൻ ചോദിക്കാൻ വന്നത്. ഞാൻ പറഞ്ഞാൽ എന്നോട് പറഞ്ഞിട്ടാണ് അവിടെ പോയത്, അവിടെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു എന്നു പറഞ്ഞു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കും ഉണ്ടാകാറുണ്ട്. പക്ഷെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എന്നോട് ഇങ്ങനത്തെ ചതി ചെയ്യരുത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണമെങ്കിൽ ഞാൻ അത്ര ഇതായിട്ട് ഓർത്തില്ല, വിട്ടുപോയി, അത് അവൻ്റെ കൂടെ പോയതാണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ പ്രശ്നങ്ങളൊക്കെ. ഇതൊക്കെ നമുക്കൊക്കെ എല്ലാ വീടുകളിലും നടക്കുന്ന സംഭവങ്ങളാണ് ഇല്ലേ, എല്ലാ വീടുകളിലും നടക്കുന്ന സംഭവങ്ങളാണ്. പിന്നെ ഇതിനകത്ത് പിന്നെ ഇവരോട് ചോദിക്കുന്നുണ്ട് ജീവയുടെ സ്വഭാവത്തെ പറ്റി ചോദിക്കണം. അപ്പോൾ പറയുന്നത് ജീവ അത്ര മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, ഇത്രയും മനസ്സിലാക്കി. ഇവരെപ്പോഴും പറയാറുണ്ട് ഒരു പരസ്പരം ഒരുപാട് മനസ്സിലാക്കിയാണ് നിന്നേന്ന് പറയാറുണ്ട്, ഒരുപാട് മനസ്സിലാക്കിയ നിന്നേന്ന് പറയാറുണ്ട്. അത് നമുക്ക് ഇതൊക്കെ വരുമ്പോൾ പ്രശ്നങ്ങൾ എന്താണെന്നറിയോ, ഒരു സാധാരണക്കാരനാണെങ്കിലും ഒരു സാധാരണക്കാരിയാണെങ്കിലും ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ, കണ്ടോ അവരുടെ ജീവിതം അങ്ങനെ എന്ന് പറയും. ഒരു പക്ഷേ അവരുടെ ലൈഫിൽ എന്നതെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാണും. അപ്പോൾ അവർക്കിടയിൽ വീണ്ടും ഇങ്ങനെയുള്ള ചിന്തകൾ മനസ്സിലേക്ക് വന്നു കഴിയുമ്പോൾ വീണ്ടും അത് അകലം കൂടത്തേ ഉള്ളൂ ലൈഫിൽ. ഇവരൊക്കെ മോട്ടിവേഷൻ ചെയ്യുന്നതിനെ പറ്റി ഞാൻ പറയുന്നതാണ് കേട്ടോ, അല്ലാതെ ഇവർ പിരിഞ്ഞതിനെ പറ്റിയോ ഒന്നുമല്ല. ഇവരുടെ മോട്ടിവേഷനാണ് മറ്റുള്ളവർക്ക് ഇവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ലൈഫിൽ അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഇവർ പറഞ്ഞു കൊടുക്കുന്ന ഓരോ കാര്യങ്ങളാണ്. ജീവയുടെ ബാഡ് ഒരു ക്യാരക്ടർ പ്രോബ്ലം, ക്യാരക്ടർ ഇഷ്യൂസ് ഉള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഉണ്ടെങ്കിൽ ഞാൻ സ്ട്രൈറ്റ് ആയതുകൊണ്ട് ഞാൻ മൂത്തൊക്കെ പറയും ചെയ്യും, കളിക്കലെ മോനെ കളിക്കലെ മോനേന്ന് ഞാൻ പറയും. അങ്ങനെ പറഞ്ഞിട്ട് അടിയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? പിന്നെ ഉണ്ടായിട്ടുണ്ടോന്നോ? തീർച്ചയായിട്ടും ഉണ്ട്. റീസെന്റ് കൂടെ ഉണ്ടായില്ലടാ, നല്ല അടി ഉണ്ടാവും. നമ്മളെല്ലാപ്പോഴും കെട്ടിപ്പിടിച്ചോ അങ്ങനെയൊന്നുമല്ല. എന്താ എനിക്ക് സൗകര്യമില്ല, ഞാൻ ചെയ്യത്തില്ല. രണ്ടു മണിക്ക് പോവും, ഹലോ കറങ്ങി വരും, അടി ഉണ്ടാവും, വഴക്കിട്ടിരിക്കും, അതൊക്കെ ഒക്കെ ചെയ്യും. ഇതൊക്കെ സ്വാഭാവികം, എല്ലാ വീടുകളിലൊക്കെ നടക്കാറില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമ്മൾ എത്ര സ്നേഹിച്ചിരിക്കുന്നത്. ചിലർ അഭിനയത്തിലൂടെ പറയും ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര. ഞാൻ കണ്ടിട്ടുണ്ട് പലരും പുറത്തൊക്കെ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ചില ഭാര്യയും ഭർത്താവ് കാണിക്കുന്നതെന്ന് വെച്ചാൽ വാരി കൊടുക്കുക. അവർക്ക് വീട്ടിൽ വെച്ച് വാരി കൊടുക്കാൻ നേരമില്ല, പുറത്തോട്ട് ഇറങ്ങി പബ്ലിക്കിനെ കാണിക്കുന്ന രീതിയിലാണ് വാരി കൊടുക്കുന്നത്. അവർ വാരി കൊടുക്കുന്നത് കാണുമ്പോഴത്തേക്ക് ഒരു പാവം പിടിച്ച മൂന്നാപ്പുറത്ത് നിന്ന് ഭാര്യയും കൊണ്ട് കഴിക്കാതിരിക്കണമെങ്കിൽ അവൾ പറഞ്ഞാൽ നോക്കി ഈ വൃത്തിയായിട്ട മനുഷ്യൻ എനിക്കൊന്ന് വാരിപ്പോലും തരണം നോക്കി അവരെന്നെ സ്നേഹം. പക്ഷേ നിങ്ങൾ അവരുടെ വീട്ടിലോട്ട് ചെല്ലണം, എന്നെ അടിയായിരിക്കും. എനിക്ക് അതുപോലെ അറിയുന്ന രണ്ട് വ്യക്തികളുണ്ട് എൻ്റെ ലൈഫിൽ, അതുപോലെ അടുത്തറിയാവുന്ന രണ്ട് വ്യക്തികളുണ്ട്. എവിടെ ചെന്നാലും ഞങ്ങൾ എവിടെ ചെന്നാലും ചേട്ടൻ്റെ കാര്യം നോക്കിക്കും, ഞാൻ എൻ്റെ കാര്യം നോക്കി. നമുക്ക് പുറത്തല്ല നമ്മുടെ പ്രണയം കാണിക്കേണ്ട സ്ഥലം, അതിന് നമുക്ക് പേഴ്സണലായിട്ടുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ബെഡ്റൂമിൽ നമുക്ക് ഇഷ്ടം പോലെ സമയങ്ങളുണ്ട്. നമ്മൾ ആ സമയത്താണ് നമ്മുടെ സ്നേഹവും കാര്യങ്ങളും കാണിക്കുക. അല്ലെങ്കിൽ പുറത്തോട്ട് ഇറങ്ങിച്ച് ഒരു ഉമ്മ കൊടുക്കുക, അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കുക, അല്ലെങ്കിൽ വാരി കൊടുക്കുക, അല്ലെങ്കിൽ ഒരാൾ കഴിച്ചതിൻ്റെ ബാക്കി അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് മേടിച്ച് തിന്നുക. ഇങ്ങനെയുള്ള ഓരോ കോലഘട്ടലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവരൊക്കെ റിയൽ ലൈഫിൽ എന്നാന്ന് ചോദിച്ചാൽ ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും, സംശയരോഗത്തിൻ്റെ അങ്ങേ അറ്റമായിരിക്കും ഇവർക്കൊക്കെ. ഇവരെങ്ങോട്ടും തിരിയാൻ സമ്മതിക്കുന്നത് ഒരു സമാധാന സ്വസ്ഥതയില്ലാത്ത ജീവിതമായിരിക്കും ഇവർക്ക് കിട്ടുന്നത്. പക്ഷേ ഇവരൊക്കെ പുറത്തിറങ്ങുമ്പോൾ കാണിക്കുന്നതിന് വാരിക്കൊടുപ്പ്, കെട്ടിപ്പിടുത്തം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ അവർ ലൈഫിലേക്ക് ചെന്ന് കഴിയുമ്പോൾ പ്രശ്നങ്ങൾക്ക് പുറത്ത് പറയും. ഇപ്പം അങ്ങനെ കാണിച്ച് നടന്നവരൊക്കെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. ഈ ചിലർ ടൂർ പോകും,
ടൂർ പോകുമ്പോഴത്തേക്ക് ഭർത്താവ് എവിടെ പോയാലും ടൂറിന് കൂടെ പോകുന്ന കുറേ ആൾക്കാരുണ്ട്. ഞാൻ പോകാറുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ ഒരു കൂട്ടുകാർ കൂടി മാത്രം പോകുന്ന സമയത്ത് ഞാൻ പറയും ഞാൻ വരുന്നില്ല, നിങ്ങളൊക്കെ കൂടി പോയിട്ടാ. കാര്യം അവർ കൂട്ടുകാർ കൂടി അവരുടേതായ ഒരു ലോകം സംസാരിച്ചും അവരുടേതായ ഭാഷകൾ പറഞ്ഞും പോകുന്നൊരു സമയമായിരിക്കും. അതിലേക്ക് നമ്മൾ ഈ പെണ്ണുങ്ങളും കൂടെ ചെന്ന് കുത്തിക്കയറുന്നത് അതിനോട് എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഞാൻ വിളിച്ചു ചോദിക്കും, എവിടായി, എപ്പോഴെത്തുന്നത്, എവിടെ വരെ എത്തി, എവിടെ ചെന്നു എന്നിങ്ങനെ വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുക. അത് നമുക്കറിയാനുള്ളൊരു ഇതാണ്. പുറത്തോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ടെൻഷനാണ് ഇവർ തിരിച്ചു വരുന്നിടം വരെ. ഇവരെവിടം വരെ പോയി, ഒന്നാമത് കൂട്ടുകാരെല്ലാം കൂടി പോകുന്നതാണ്. അത് ചിലപ്പോൾ ഈ പരുന്തുംപാറ, വാഗമൺ അവിടോട്ടൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പം നമുക്കുള്ളിലൊരു ടെൻഷൻ കാണും, അവിടെയൊക്കെ പോയി ദൈവമേ സൂക്ഷിച്ചൊക്കെ ആണോ എന്നൊക്കെ നമുക്കൊരു ചിന്ത വരും. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വിളിച്ചു ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ വിടാറുണ്ട് ആ ഒരു കാര്യത്തിലൊന്നും. പക്ഷേ അന്നൊക്കെ അവരുടെ കൂടെ 24 മണിക്കൂറും ടൂർ നടന്നവരൊക്കെ ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് 2 സ്ഥലത്തായിട്ടൊക്കെ നിൽക്കുന്നതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അവർക്കൊക്കെ ഇപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പം പുള്ളിക്കാരിയെ പറ്റി പുള്ളിക്കാരൻ്റെ ചോദിച്ചാൽ കലിപ്പാണ്, പുള്ളിക്കാരിയോട് പുള്ളിക്കാരനെ പറ്റി ചോദിച്ചാൽ കലിപ്പും കുറ്റങ്ങളും മാത്രമാണ്. അത് പറഞ്ഞു നമ്മൾ ഈ ഒരുപാട് പ്രകസനം കാണിക്കാതെ നമ്മുടെ ലൈഫ് നമ്മൾ വേണം, സ്നേഹം മറ്റുള്ളവരിലൂടെ കാണിക്കുമല്ലോ നമ്മൾ ചെയ്യേണ്ടത്. അത് നമുക്ക് സ്വയം തോന്നുകയാണെന്ന് വെച്ചാൽ നമുക്ക് പരസ്പരം ഇഷ്ടമാണെന്നുള്ള രീതിക്കാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ജീവിതം പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. ഇപ്പം ഞാൻ പറയാം, എൻ്റെ ഭർത്താവ് എവിടെ പോയാലും ഞാൻ വിളിച്ച് ചോദിക്കും, എവിടായി, എന്നെ അടുക്കുവാണ്, എപ്പോൾ എത്തും, ആരൊക്കെ ഉണ്ട് കൂടെ, ഒറ്റയ്ക്കാണോ, ഫുഡ് കഴിച്ചോ എന്നൊക്കെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കും. ചില സമയത്ത് ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ വൈകുന്നേരം അങ്ങോട്ടൊന്ന് പുറത്തോട്ട് ഇറങ്ങുന്നതായിരിക്കും. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു മഴ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് എനിക്ക് തോന്നിക്കും എവിടെ ആയിരിക്കും. ഞാൻ തന്നെ വിളിച്ച് ചോദിക്കും, എവിടെ വരുന്നില്ലേ, എവിടെ മഴ പെയ്യുന്നില്ലേ എന്നിരിക്കും. ചില സമയത്ത് നല്ല ഇതായിട്ട് നിൽക്കുവാണെങ്കിൽ എന്നോട് സ്നേഹത്തിൽ തിരിച്ച് വർത്താനം പറയും. എന്നെ എല്ലാം ഒരു ഇതായിട്ട് നിൽക്കുവാണെങ്കിൽ എന്നെ ചീത്തയും വിളിച്ചിട്ടുണ്ട്, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പെട്ടെന്ന് ഞാൻ ഫോണങ്ങ് വെക്കും. അന്നേരം നമ്മൾ തിരിച്ചൊന്നും പറയാൻ നിന്നാൽ അത് ശരിയാകില്ലെന്ന് എനിക്കറിയാം. പിന്നെയും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെയും വിളിക്കും, അതെ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ എന്നീ പറയും. അങ്ങോട്ട് ആദ്യമേ നമ്മളൊരു റിക്വസ്റ്റ് പോലെ പറയുമ്പോഴത്തേക്ക് പറ, ഞാൻ ചോദിക്കും എന്നെ പറ്റുന്നുമ്പോൾ എന്നെ അതിന് ദേഷ്യം. അന്നേരം പറയും ഇന്ന കാര്യമായിരുന്നു, ഇന്ന പ്രശ്നത്തിൽ നിന്നപ്പോഴാണ്, അവരിൽ ഇന്ന കാര്യം സംസാരിച്ച് നിന്നപ്പോഴാണ് നീ എൻ്റെ ഇടയ്ക്ക് വിളിച്ചത്, അന്നേരം അത് ഞാൻ ദേഷ്യപ്പെട്ടെ. നമുക്കറിയാം അവർ പുറത്ത് നിൽക്കുന്ന പല പ്രശ്നങ്ങളായിരിക്കും നിൽക്കുന്നത്. ആ സമയത്ത് നമ്മൾ വിളിച്ച് വയ്ക്കും, ചിലപ്പോൾ ദേഷ്യപ്പെട്ടായിരിക്കും എന്ന് പറയുന്നത്. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്നെ തിരിച്ച് വിളിക്കാണ്ട്. അതുപോലെ ഓട്ടോ ഒക്കെ പോയിട്ട് വരുന്ന സമയത്ത് രാത്രി 2 മണി തൊട്ട് 2 മണിയല്ല, ഒരു 12 മണി തൊട്ട് 3 മണി വരെ ഞങ്ങൾ ഫോണിൽ സംസാരിച്ചിരുന്നിട്ടുണ്ട്. ഇവിടെ വന്ന് 3 മണിക്ക് വന്നിച്ച് രാത്രിയിലൊന്നും നടക്കണം, 3 മണിക്ക് വന്നിച്ച് ഫുഡും കഴിച്ച് ശരിക്കും ഞങ്ങൾ പിന്നെ കയറി കിടക്കുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്. നമ്മൾ വിളിച്ച് ഒരാൾ ഭർത്താവ് പുറത്തോട്ട് പോകുമ്പം അത് വിളിച്ച് ചോദിക്കുക എന്ന് പറഞ്ഞത് ശല്യപ്പെടുത്തലല്ല. ഈ ഓട്ടോ ഒക്കെ പോകുന്ന പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ട് കൊണ്ടുവിടാൻ മാത്രമേ കാണത്തുള്ളൂ, തിരിച്ച് വണ്ടി കാലിയായിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച് ഇരിക്കും. ചിലപ്പോഴൊക്കെ എന്നോട് പറയും നീ ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങിക്കോ, കുഴപ്പമില്ല എന്നറിയും. പക്ഷേ ഞാൻ പറയും കുഴപ്പമില്ല, എനിക്ക് ഉറക്കമില്ല, നമുക്ക് സംസാരിക്കാമെന്ന് പറയും. അങ്ങനെ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, പഴയ കാര്യങ്ങളും അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണും. അതൊക്കെ ആയിരിക്കും ഇങ്ങനെ വീട്ടിൽ വന്ന് ഗേറ്റ് തുറക്കുന്നതിന് വരെ ആയിരിക്കും ചിലപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ജീവ ഇപ്പോൾ പറയുന്നുണ്ട് ചില ഭർത്താക്കന്മാരെ ഭാര്യമാർ എപ്പോഴും വിളിക്കാറുണ്ട് എന്നുള്ളത്. അതിൻ്റെ ആ ഒരു സ്നേഹവും കരുതലും ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ജീവയ്ക്ക് അത് മനസ്സിലാകാത്തതുകൊണ്ടാണ്, ജീവയ്ക്ക് ആ കരുതലും സ്നേഹവും കിട്ടാത്തതുകൊണ്ടാണ്. ജീവ പറയാറുണ്ട് എനിക്ക് വിവാഹം കഴിച്ചെന്ന് തോന്നാറില്ല എന്ന് പറയാറുണ്ട്. നമ്മൾ എവിടെ പോയാലും, നമ്മളിപ്പോൾ വിവാഹം കഴിക്കുന്നതിന് മുന്നേ ആണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മുടെ അമ്മമാർ വിളിച്ച് ചോദിക്കും എവിടെ മക്കളെ, നിങ്ങൾ എവിടെ എത്തി. ആ വിളിയും ചോദ്യം ഇല്ലാതെ വരുമ്പോഴല്ലേ നമ്മൾ ആ ഒരു വിഷമം മനസ്സിലാക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ പുറത്തോട്ട് എവിടെയെങ്കിലും പോകുന്നു, എന്നെ വിളിക്കാറുണ്ട്. ഞാൻ സ്കൂട്ടറും കൂടെ പ്രത്യേകിച്ച് പോകുന്നെങ്കിൽ എന്നെ ഇടയ്ക്കെല്ലാം വിളിക്കും, നീ എവിടെയായി എവിടെയായി. ഭയങ്കര ഒരു ടെൻഷൻ പറഞ്ഞ് അങ്ങോട്ട് ഇന്ന് കയറിയില്ലെങ്കിൽ ഇങ്ങോട്ട് എളുപ്പമാണെങ്കിലും വന്ന് കയറും എന്നും പറഞ്ഞുള്ളൊരു ടെൻഷൻ കൊണ്ട് എവിടെയായി, ഞാൻ പറയും ഇപ്പോൾ എത്തും, ഇന്നടത്തായി എന്ന് നമ്മൾ കാര്യം പറയും. അപ്പം അത് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് അന്വേഷിക്കാറുണ്ട് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ. എവിടെയാണെന്ന് വെച്ചാൽ ജീവ പറയുന്നൊരു കാര്യം കേട്ടണേ. ഇത് കേൾക്കുമ്പോൾ ചില ഭർത്താക്കന്മാർ ഓർക്കും, ഓ എത്ര നല്ല ഭാര്യ, എന്നെപ്പറ്റി അന്വേഷിക്കുന്നേ ഇല്ല, അല്ലെ അവനെപ്പറ്റി അന്വേഷിക്കുന്നില്ല, അവന് ഫ്രീ ആയിട്ട് എവിടെ വേണമെങ്കിലും കൂട്ടുകാരായിട്ട് കറങ്ങിടിച്ചല്ല. നിങ്ങളെ അങ്ങനെ വിളിക്കാൻ ഒരാളില്ലാതെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ആ വിഷമം മനസ്സിലാകുന്നത്. നമ്മളെ ഒരാൾ വിളിച്ച് അന്വേഷിക്കാനില്ലാതെ ഒരു പക്ഷേ ആ വീട്ടിലിരിക്കുന്ന ഭാര്യയ്ക്ക് നിങ്ങൾ വരുന്നതായിരിക്കും അവർക്ക് സന്തോഷം, ആ ഒരു പ്രതീക്ഷയിലായിരിക്കും, അതുകൊണ്ടായിരിക്കും എത്തുന്നുണ്ടോ എന്ന് ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഒരിക്കലും കല്യാണം കഴിച്ച ഒരാളാണെന്ന് എനിക്ക് എന്നെ ഫീൽ ചെയ്തിട്ടില്ല. അതായത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സ് വരുമ്പം അവരുടെ ഭാര്യ വിളിച്ചിട്ട് എവിടെയാ, ആരുടെ കൂടെ, എന്തെടുക്കുക, എപ്പോൾ വരും, ഞാൻ ഫ്രണ്ട്സിനോട് ഞാൻ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞാൽ 10 മിനിറ്റിൽ പിന്നെയും കോൾ വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇതങ്ങനൊന്നുമില്ല. അതായത് ഫ്രണ്ട്സിൻ്റെ കൂടെ പോകണോ, ഫ്രണ്ട്സിൻ്റെ കൂടെ പോകും. എന്നെ കല്യാണം കഴിച്ചത് കൊണ്ട് ലോക്കായിപ്പോയി എന്ന് തോന്നരുത് എന്ന് പറയാതെ പറയുന്നുണ്ട് എന്നോട് എല്ലാ ദിവസവും. അത് എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ പുറത്തോട്ട് പോയാൽ, നമ്മുടെ മക്കൾ പുറത്തോട്ട് പോയാൽ നമ്മൾ അന്വേഷിക്കത്തില്ലേ? അത് എന്തുകൊണ്ടാണ്? നമുക്ക് അവരുടെ സ്നേഹമാണ് അവിടെ വരുന്നത്. അവിടെ നമ്മുടെ സ്നേഹമാണ് അവരെവിടെ പോയി എന്നാന്നുള്ളൊരിത് എന്ന് പറയുന്നത് തന്നെയുള്ളൂ. ഒരു ഭർത്താവ് പുറത്തോട്ട് പോകുമ്പം ഒരു ഭാര്യ വിളിച്ച് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അത് കൂട്ടുകാരുടെ കൂടെ, പക്ഷേ അങ്ങനെയും പ്രശ്നം ഉണ്ടാക്കുന്ന ഭാര്യമാരുണ്ടായിരിക്കാം, എനിക്കറിയില്ല. പക്ഷേങ്കിൽ ഒരു ഭാര്യ സ്നേഹത്തോടെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അതൊരു കരുതൽ തന്നെയാണ്, അതൊരു സ്നേഹം തന്നെയാണ്. അതിൽ ഒരുപാട് ഫ്രീഡമായിട്ട് അത് കരുതണ്ട. വിളിച്ചില്ല എന്നോർത്തിട്ട് എനിക്ക് ഫ്രീഡമാണ് എന്ന് കരുതണ്ട. അത് ആ വിളിച്ച് ചോദിക്കുന്നതിലാണ് ആ ഒരു സ്നേഹം. വീട്ടിലൊരാൾ കാത്തിരിപ്പുണ്ട് എന്നൊന്ന് ഓർപ്പിക്കൽ പോലെയാണ് ആ ഒരു സ്നേഹം.
ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ ഇവരൊക്കെ റിയൽ ലൈഫ് എന്ന് പറയുന്നത് ഇതെങ്ങനെയൊക്കെ പോകുന്നതാണ്. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് റിയൽ ലൈഫിൽ നടക്കുന്നത്. കുറേ നാൾ കഴിയുമ്പം വിളിയും പറച്ചിലും ഒന്നും ഇല്ലാതെ വരുമ്പോഴാണ് അവരവരുടെ കാര്യം നോക്കി പോകുന്നത്. അവർക്ക് ഇഷ്ടമുള്ള രീതിക്ക് അവർ പോയിരിക്കും. ഇതിനകത്ത് അപർണയെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു ചാനലിൽ കൂടെ ഞാൻ കണ്ടു. എനിക്കറിയില്ല കേട്ടോ സത്യമാണോ ഇല്ലയോ എന്നൊക്കെയുള്ളത്. അതാണെങ്കിൽ അത് ഈ ഒരു ഫ്രീഡം തന്നെ മോനെ ഉദ്ദേശിച്ചാൽ മതി. ആ ഒരു കാര്യമാണ് സത്യമെങ്കിൽ ഈ അന്വേഷിക്കാതെ ഇരിക്കുന്നത് തന്നെയാണ് ആ ഒരു പ്രശ്നം തന്നെ വിചാരിച്ചാൽ മതി. അതുപോലെ തന്നെ അപർണ പറയുന്നുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കൽ, കമ്മ്യൂണിക്കേഷൻ, അതാണ് ഒരു ജീവിതത്തിൽ വേണ്ടത്. പരസ്പരം മനസ്സിലാക്കുക, പരസ്പരം പറയുക, ഒരു രഹസ്യങ്ങളും മറച്ചു വെക്കാതെ പരസ്പരം പറയുക എന്നുള്ളതാണ് പറയുന്ന ആ വായി തന്നെ ഇപ്പോൾ ഇവർ ഈ അടുത്തിടയ്ക്കിട്ട് ഒരു ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളും കൂടെ വരുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ഒന്ന് കേട്ട് നോക്കണം കേട്ടോ. Communication, just like he said, transparency is very, very, very important. Super important. It is your partner. It is your, like you are a couple. You should have that transparency. You shouldn't be hiding anything from that person. ഒന്നും ഹൈഡ് ചെയ്യാൻ പാടില്ല. എന്തിന്? ട്രാൻസ്പെറൻസി പൊതുവെ പാർട്ട്നേഴ്സിന്റെ ഇടയിൽ വേണമെന്നാണോ വാട്ട് യു ഫീൽ? നോട്ട് റിയലി, അത്രയും വേണ്ട. ഈ ട്രാൻസ്പെറൻസി വേണം എന്ന് പറയുന്ന ഒരാളല്ല ഞാൻ. കുറച്ചൊക്കെ ആവാം. നമ്മള് എന്തിനു വേണ്ടി അത് യൂസ് ചെയ്യുന്നു, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സ്, അത് എല്ലാം ഒന്നും നമ്മൾ എല്ലാവരോടും ഓപ്പൺ ആവണം എന്ന് ഞാൻ പറയില്ല. കുറച്ചൊക്കെ നമ്മുടെ സീക്രസിയിൽ അത് വെക്കുന്നത് തന്നെയാണ് നല്ലത്. നമ്മൾ ഒരാളോട് ഡിസ്കസ് ചെയ്യണം, അത് പാർട്ട്ണറോടാണെങ്കിൽ പോലും ഡിസ്കസ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരാളല്ല. എങ്ങനെ ഇരിക്കുന്നു പുള്ളിക്കാരുടെ സാമ്പത്തിക കാര്യങ്ങളോ ഒന്നും ഭർത്താവിനോട് മുഴുവനും തുറന്നു പറയാൻ പാടില്ലെന്ന്. ഇതൊക്കെയാണ് തുടക്കത്തിൽ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, പരസ്പരം തുറന്നു പറയണം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കണം, ഒന്നും മറച്ചു വെക്കാൻ പാടില്ലെന്ന്. ഇപ്പോൾ പറയുന്നതിനത് കുറച്ച് കാര്യങ്ങൾ മറച്ചു വെക്കണം, നമ്മുടെ സാമ്പത്തികത്തിൻ്റെ ഇതൊന്നും കൂടുതലൊന്നും ഭർത്താക്കന്മാരോട് പറയരുതെന്ന്. അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ട്? ഞാൻ ഒട്ടും യോജിക്കാത്തൊരു വ്യക്തിയാണ് അതിനോട്. കാര്യം എന്നാന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ 1 രൂപയുള്ളതിലും അതെൻ്റെ ഭർത്താവിനറിയാം. എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ എത്ര രൂപ ഉണ്ടെന്നുള്ളത് എനിക്കും അറിയാം. അത് വേറൊന്നും കൊണ്ടല്ല, അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്നതിൻ്റെ കാര്യം. ഒരു വീട്ടിലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട് വീട്ടിലെ കാര്യങ്ങൾക്ക്. അതിന് നമ്മൾക്കൊരു കണക്ക് കൂട്ടൽ വേണം എപ്പോഴും മുന്നോട്ട് പോകുമ്പോഴത്തേക്ക്. അല്ലാതെ ഭർത്താവിൻ്റെ കയ്യിലെ സാമ്പത്തികം അറിയാതെ ജീവിക്കുന്നൊരു ഭാര്യ ആയിരിക്കരുത്. അല്ലെങ്കിൽ ഭാര്യയെ മനസ്സിലാക്കാതെ അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കാതെ ജീവിക്കുന്നൊരു ഭർത്താവുമാകരുത്. അങ്ങനെയുള്ളപ്പം സ്വന്തമായിട്ട് വരുമാനമുള്ളവർ എത്രയോ എടുത്തുണ്ടെന്നറിയാമോ? ഭാര്യയ്ക്ക് വരുമാനമുണ്ട്, പക്ഷേ ഭർത്താവിൻ്റെ ഒരു അത്യാവശ്യം വന്നാൽ അവർ സഹായിക്കുകയില്ല. അവരും അറിയാതെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണെന്ന് പറയും. വീട്ടിലെ ബാക്കി മുഴുവൻ ചിലവ് നടത്തുന്ന ഈ ഭർത്താവായിരിക്കും എന്ന് ഓർക്കണം കേട്ടോ. മുഴുവനും ആ മനുഷ്യൻ്റെ സമ്പാദ്യം മുഴുവനും ആ വീടിന് വേണ്ടിയാണ് ചിലവാക്കുന്നത്. പക്ഷേ ഭാര്യ ജോലിക്ക് പോകുന്ന പൈസ അത് സ്വന്തമാണ്. ഭർത്താവ് ജോലിക്ക് പോയിട്ട് വരുന്ന പൈസ അത് എല്ലാവർക്കും കൂടെ ഉള്ളതാണ്. ഒത്തിരി എഴുതി കണ്ടിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് ഭയങ്കര എന്തെങ്കിലുമൊക്കെ ടൈറ്റ് വരുമ്പോഴത്തേക്ക് നിൻ്റെ അക്കൗണ്ടിൽ നിന്ന് കുറച്ച് പൈസ എനിക്ക് ഇങ്ങോട്ട് ഇട് എന്ന് പറയുമ്പോഴത്തേക്ക് പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്, അത് എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന പൈസയാണ്. ഈ പറയുന്നവരുടെ ആവശ്യം കൂടി ഭർത്താവായിരിക്കും നടത്തി കൊടുക്കുന്നത്. ഇവർക്ക് വരുന്ന ശമ്പളം അതുപോലെ അവരുടെ അക്കൗണ്ടിൽ കിടക്കുമായിരിക്കും. അങ്ങനെയൊക്കെ കാണിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ഈ റീൽസൊക്കെ എടുക്കുന്നവരുടെ ജീവിതമായിട്ട് ഒരിക്കലും നമ്മുടെ ജീവിതം നിങ്ങൾ മനുഷ്യ റിയാലിറ്റി ആയിട്ട് ഒരിക്കലും കൊണ്ടുവരില്ലേ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ വെറും പടമാണ്. ഇതൊക്കെ വെറും പടമാണ്. ചിലരുണ്ട് ഈ ഫാമിലി വ്ളോഗ് ചെയ്യുന്നവർ, ഒത്തിരി പേരുണ്ട്. ഞാനും ഫാമിലി വ്ളോഗ് ചെയ്തിട്ടുള്ളവരാണ്. പക്ഷേ എൻ്റെ വീട്ടിലെ നമ്മൾ മറക്കേണ്ട കാര്യങ്ങൾ മറച്ച് തന്നെയാണ് ഫാമിലി വ്ളോഗിനകത്ത് എല്ലാവരും ചെയ്യുന്നത്. ഇവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കിടയിൽ ഉണ്ടാറുണ്ട്. അതൊന്നും ഞാൻ എൻ്റെ ഫാമിലി വ്ളോഗിനകത്ത് കാണിച്ചിട്ടില്ല. ഞാൻ ഇവിടെ കുക്ക് ചെയ്യുന്നതും എൻ്റെ കുഞ്ഞുങ്ങളുടെ കുറേ കാര്യങ്ങളും തമാശകളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവരും ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ അതൊക്കെ ആയിട്ടാണ് ഞാൻ പുറത്തു വിട്ടിട്ടുള്ളത്. പിന്നെ പാചകം, അങ്ങനെ പിന്നെ കൃഷി, ചെടി, അങ്ങനെയൊക്കെയുള്ള പിന്നെ എവിടെയൊക്കെ പോകുന്ന കാര്യങ്ങൾ അതൊക്കെയാണ് ഞാൻ കൂടുതലും എൻ്റെ ഫാമിലി വ്ളോഗിനകത്തോട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ ചിലരിടാറുണ്ട് മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാണിക്കാറുണ്ട്. അവർക്കിടയിൽ ഒരു പ്രശ്നങ്ങളും കാണുകയില്ല, പക്ഷേ അത് ഭയങ്കര പ്രശ്നങ്ങളാക്കി 10 പേരെ കൊണ്ട് ഒരു 10 തെറി വിളിപ്പിക്കുന്ന വ്ളോഗ് ചെയ്യുന്നവരുണ്ട്. ചിലരെന്നാൽ ലൈഫിലെ ഒരു പ്രശ്നങ്ങളും കാണിക്കാതെ ഞങ്ങൾ എപ്പോഴും ഹാപ്പിയാണ്, സന്തോഷമാണെന്ന് പറഞ്ഞ് കാണിച്ച് ജീവിക്കുന്നവരും ഉണ്ട്. എന്നാൽ ഇതൊന്നുമല്ലാതെ റിയലായിട്ട് ചെയ്യുന്നവരുണ്ട്. അവരുടെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ പറയാനുള്ളത് പറഞ്ഞ് അത് എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയിട്ട് ആരുടെ ഒരു ഇതാണെന്നറിയോ, വൈറ്റ് ബ്ലോഗ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, വൈറ്റ് ബ്ലോഗ്. അതിനകത്ത് സണ്ണി മിതു, 2 മിടും സണ്ണിയും, ആ 2 കുഞ്ഞുങ്ങളും ഉണ്ട്. ആ ഒരു ഫാമിലി, ആ ഒരു അമ്മയുടെ കാര്യങ്ങൾ, ആ പുള്ളിക്കാരി എന്തെങ്കിലും ഒരു കാര്യം തെറ്റ് ചെയ്താൽ പുള്ളിക്കാരനത് പറയും, നീ ചെയ്ത് തെറ്റാണ്, അത് അങ്ങനെയല്ല വേണ്ടത്, അല്ലെങ്കിൽ നീ ഇതെടുത്ത് ശരിയായില്ല, അല്ലെങ്കിൽ നീ കറി വെക്കുന്നത് ഇങ്ങനെയാണ്. അത് ആ ഒരു നാച്ചുറലായിട്ട് നമുക്ക് തോന്നും, ആ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളായിട്ട് തോന്നും. എന്നാൽ ആ പുള്ളിക്കാരൻ എന്തെങ്കിലും പറഞ്ഞ പുള്ളിക്കാരി മുഖം വീർപ്പിക്കലോ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ആ പുള്ളിക്കാരി പറയും അതാണോ അങ്ങനെയാണോ ഞാനിങ്ങനെ ചെയ്താൽ, അത് എപ്പോഴും ചിരിയുള്ളവരുടെ മുഖത്ത്. അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അവർ നാച്ചുറലായിട്ട് തന്നെയാണ് അവരുടെ ലൈഫ് അതിനകത്ത് കാണിക്കുന്നത്, നമുക്ക് മനസ്സിലാകും. അങ്ങനെയും വീഡിയോ ചെയ്യുന്നവരുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെങ്കിൽ ചിലരൊക്കെ കാണിക്കുന്നത് അതൊക്കെ വെറും പടമാണ്. ഇങ്ങനെയൊക്കെ ഉള്ള ഒരിക്കലും ഈ ജീവനൊന്നും കാര്യം ഞാൻ വിശ്വസിക്കുന്ന ഒന്നും ഇതല്ലെന്നേ. ഞാൻ പറയാം, അഖിലിൻ്റെ കാര്യം ഞാൻ ഒരിക്കലും വിശ്വസിച്ചതല്ല.
അതുപോലെ തന്നെ ഈ ജീവയുടെ ഒക്കെ ആണെങ്കിലും ഒരിക്കലും ഇതായിട്ട്, പക്ഷേ എനിക്ക് ഈ പുള്ളിക്കാരുടെ സംസാരം ചിലപ്പോഴും ഒരുമാതിരി ചൊറിച്ചിൽ പിടിച്ച സംസാരം പോലെ തോന്നിയിട്ടുണ്ട്. ജീവ ഓപ്പണായിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ അപർണ എന്തോ എവിടെയൊക്കെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്നാണേലും ഇവരൊക്കെ ജീവിതം ഇതാണെന്നും പറഞ്ഞുകൊണ്ട് കൊണ്ട് നടന്ന് മറ്റുള്ളവരുടെ മുന്നിൽ മോട്ടിവേറ്റ് ചെയ്യും. പക്ഷേങ്കിൽ ഇവരൊക്കെ റിയൽ ലൈഫിൽ ഒരു പ്രശ്നം വരുമ്പം അത് പരിഹരിക്കാനോ അല്ലെങ്കിൽ അതിനൊരു പ്രശ്ന പരിഹാരം കണ്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനോ ഇവർക്കൊന്നും അറിയത്തില്ല. മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ വാചകസത്തിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അറിയാം. അത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ കണ്ട് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരൊന്നും ഇതൊന്നും കണ്ട് മയങ്ങണ്ട. നമ്മുടെയൊക്കെ ജീവിതം എന്നൊക്കെ പറയുന്നത് ഒരു സാധാരണ ജീവിതമാണ്. പ്രശ്നങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, സന്തോഷങ്ങളുണ്ട്, എല്ലാം കൂടെ ചേർന്നാണ് സാധാരണക്കാരൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത്. അതിൽ കുറച്ചൊക്കെ നമ്മളായിട്ട് വരുത്തിക്കുന്ന കുറേ പ്രശ്നങ്ങൾ കാണും. അങ്ങനെയൊക്കെ വരാതെ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇച്ചിരി ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ ലൈഫ്, എല്ലാവരും പറയും ലൈഫ് എന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെൻ്റ് അല്ലെന്ന് പറയും. പക്ഷേ ലൈഫ് എന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെയാണ്. ഒരു ഇച്ചിരി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ ചെറിയ പ്രശ്നങ്ങൾ പോലും അത് മാറിക്കെട്ടി നമുക്ക് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ്. അതേസമയം അപ്പുറത്ത് ഒരാളൊരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഇപ്പുറത്ത് അതിൻ്റെ ഇരട്ടി പ്രശ്നം ഉണ്ടാക്കും, പിന്നെ അപ്പുറത്ത് അങ്ങനെ ഉണ്ടാക്കി പോകാനുണ്ടെങ്കിൽ അതിനെ നേരം കാണുകയുള്ളൂ. ചെറിയ ചെറിയ വഴക്കം വെള്ളങ്ങളും കാണും, അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പറഞ്ഞു തീർത്ത് അത്രയേ ഉള്ളൂ. ഞാൻ ഇവരുടെ ബന്ധം വേർപെടുത്തിയെങ്കിലോ അല്ലെങ്കിൽ ഇവർ വേർപെടുത്തിയത് ശരിയായില്ലെന്നോ അല്ലെങ്കിൽ ഇവർ എന്നാന്ന് അതൊന്നുമല്ല ഞാൻ പറയാൻ വന്നത്. ഞാൻ ഇവർ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് പറയാൻ വന്നത്. ഇവരൊന്നും വന്ന് കാണിക്കുന്ന കാര്യങ്ങളല്ല ഇവരുടെ റിയൽ ലൈഫിൽ നിന്ന് മനസ്സിലായില്ലേ. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാമേ.